വേറെ ഒരാഴ്ച ആളുണ്ടാവില്ല. എന്നോട് പത്രക്കാർ ചോദിച്ചു, ആരെങ്കിലും കൂടെ പോവോ? കുഞ്ഞിക്കണ്ണന്റെ നാടാണ് മലപ്പട്ടം. അപ്പൊ ഞാൻ പറഞ്ഞു മാധ്യമ സുഹൃത്തുക്കളോട്, ടി കെ ഗോവിന്ദൻ മാസ്റ്ററോടൊപ്പം ടി കെ ഗോവിന്ദൻ മാസ്റ്റർ മാത്രം, കുടുംബത്തിൽ നിന്ന് പോലും ആളുകൾ ഉണ്ടാവില്ല എന്നതാണ് ഇവിടെ പലരുടെയും സാന്നിധ്യം വ്യക്തമാക്കുന്നത്. ഇനി താങ്കൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാം ഞാൻ പറയുന്നില്ല, എനക്കൊരു പരിപാടി കൂടിയുണ്ട്. സഖാവ് പി ജയരാജനും രാകേഷൻ കുറച്ച് സമയത്തിനകം വരും, അവരെല്ലാം പറയും. ഇന്ന് തളിപ്പറമ്പിൽ നടത്തിയ ഹാപ്പിനെസ് ഫെസ്റ്റ് കണക്കൊന്നും അവതരിപ്പിക്കാതെ അഴിമതി നിറഞ്ഞ രീതിയിലാണ് നടത്തിയത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഞാനത് മാധ്യമ സുഹൃത്തുക്കൾക്ക് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് സഹിതം, ഇൻകം ടാക്സിന് അയച്ചു കൊടുത്ത ആ രേഖകൾ സഹിതം, അതിന്റെ റിട്ടേൺസ്, ഇൻകം ടാക്സ് കൈപ്പറ്റിയ റിസീറ്റ് അടക്കം കാണിച്ചു കൊടുത്തു. ഹാപ്പിനെസ് ഫെസ്റ്റ് കേരളത്തിന് ആകെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ്. അത് നടത്തുന്നത് തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലം പരിധിയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു സംഘാടക സമിതിയാണ്. എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ അതിലുണ്ട്. 2022 തുടക്കം. ഏറ്റവും ശ്രദ്ധേയമായ ജനകീയ പങ്കാളിത്തം ഉണ്ടായി, ഒരു ജനകീയ ഉത്സവമായി മാറി. ഏറ്റവും ഒടുവിൽ 2026 ഫെബ്രുവരി 13 മുതൽ 19 വരെ പഞ്ചായത്ത് ദിനാഘോഷവുമായി ബന്ധപ്പെടുത്തി ആ ഹാപ്പിനെസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചപ്പോൾ വേടന്റെ ഗാനമേള സംഘടിപ്പിച്ചു. വേടന്റെ ഗാനമേള നടത്തിയാൽ പല സ്ഥലത്തും ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും. ഇവിടെ അത് ഉണ്ടായില്ല. പിന്നെ അതിന്റെ വരവ് ചെലവ് കണക്ക്, 1-ാം വർഷത്തെ പരിപാടി 5/7/2023 കണക്ക് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അംഗീകരിച്ചു, പാസാക്കി. തുടർന്ന് 2-ാം തവണത്തെ പരിപാടി 2024 കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു, പാസാക്കി. അത് മെയ് മാസമാണ്. 3-ാം വർഷത്തെ പരിപാടി ഇടയ്ക്ക് 2024 മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ ഹാപ്പിനെസ് ഫെസ്റ്റ് നടത്തിയില്ല. ഒരു ദുരന്തത്തിന്റെ നടുവിൽ നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? 3-ാമത്തെ പരിപാടിയാണ് 2026 സംഘടിപ്പിച്ചത്, പഞ്ചായത്ത് ദിനാഘോഷവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. അതിന്റെ കണക്കും കഴിഞ്ഞ മാർച്ച് മാസം 10-ാം തീയതി കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു, അംഗീകരിച്ചു. ഈ 3-ാമത്തെ കണക്ക് ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഇൻകം ടാക്സുകാർക്ക് അയച്ചു കൊടുക്കണം. ഇത് മാത്രമാണ് ബാക്കി. അതിന്റെ സംഘാടക സമിതിയുടെ വൈസ് ചെയർമാനാണ് ടി കെ ഗോവിന്ദൻ മാഷ്. എന്നിട്ടാണ് പറയുന്നത് അത് അഴിമതി നിറഞ്ഞതാണ്, പച്ചക്കള്ളമാണത്. അതിന്റെ സംഘാടനത്തിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ മകനാണ് പങ്കുവഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അർദ്ധസത്യമാണ്. ഒരു സിനിമാ രംഗത്തുള്ള ആളെന്നുള്ള നിലയിൽ സ്പോൺസർമാരെ കണ്ടെത്താനുള്ള സഹായമല്ലാതെ അതിന്റെ മറ്റൊരു ഉത്തരവാദിത്വവും അദ്ദേഹത്തിനില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്യാമള ടീച്ചർ പറഞ്ഞതായി പ്രചരിപ്പിക്കപ്പെട്ട ആ കാര്യം ആവർത്തിക്കുകയാണ്. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം വാർത്താ കൺവെൻഷൻ സെന്ററിന് അനുമതി ലഭിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ സാക്ഷികളിൽ നിന്നുള്ള മൊഴികൾ ശേഖരിച്ച് പൂർണ്ണമായി പരിശോധിച്ചു. 19-ാം സാക്ഷിയാണ് ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ എവിടെ വെച്ചാണ് ശ്യാമള ടീച്ചറെ ഈ വാർത്താ കൺവെൻഷൻ സെന്ററിന്റെ ആളിനെയും കൂട്ടി താങ്കൾ പോയി കണ്ടത് എന്നതിന് വ്യക്തമായ ഉത്തരമില്ല. എന്നാൽ 70-ാം സാക്ഷി
കൃത്യമായി പറഞ്ഞു, ഞാനും കൂടെയാണ് ടീച്ചർ വീട്ടിൽ പോയത്. കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള അപേക്ഷ നിരാകരിച്ചപ്പോൾ കെട്ടിടത്തിന്റെ ചുമതലക്കാരോടൊപ്പം ഞാനാണ് പോയത്. ഞാൻ ടീച്ചറുമായി സംസാരിക്കുന്നത് ടീച്ചറുടെ വീട്ടിൽ വെച്ചാണ്. എന്നാൽ ഈ പറഞ്ഞതുപോലെയുള്ള പരാമർശം, ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം കെട്ടിടത്തിന് അനുമതി നൽകില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. എന്ന് മാത്രമല്ല, 2019 മെയ് മാസം 19 ഈ കൺവെൻഷൻ സെന്ററിൽ ഒരു വിവാഹം നടത്തുമ്പോൾ ആ ചടങ്ങിന് പങ്കെടുക്കാൻ പോകേണ്ടതാണ് ചെയർപേഴ്സൺ എന്നതുകൊണ്ട് സെക്രട്ടറിയോട് ചെയർപേഴ്സൺ പറഞ്ഞു, അതിനു മുമ്പെങ്കിലും കെട്ടിടത്തിന് അനുമതി കൊടുക്കണം, എനിക്ക് ആ വിവാഹത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 2ഓ 3ഓ വിവാഹം നടന്നിരുന്നു. അങ്ങനെ സാക്ഷികളുടെ മൊഴികളിൽ നിന്ന് സെക്രട്ടറിയോട് കെട്ടിടത്തിന് അനുമതി കൊടുക്കാൻ പറഞ്ഞതല്ലാതെ കെട്ടിടത്തിന്റെ അനുമതി നിഷേധിക്കണമെന്നോ ഞാനിവിടെ ഇരിക്കുന്നിടത്തോളം കാലം കെട്ടിടത്തിന് അനുമതി കൊടുക്കില്ലെന്നോ ശ്യാമല ടീച്ചർ പറഞ്ഞിട്ടില്ല. ആ കാരണങ്ങളാലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞത്. ഈ പശ്ചാത്തലത്തിൽ സാജനുമായി എന്തെങ്കിലും വ്യക്തിവിരോധം ടീച്ചർക്കുള്ളതായോ, ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം കെട്ടിടത്തിന് അനുമതി ലഭിക്കില്ല എന്നോ ടീച്ചർ പറഞ്ഞതായി യാതൊരു തെളിവുകളും ഇല്ലാത്തതിനാൽ നിയമപരമായോ ധാർമ്മികമായോ സാജന്റെ ആത്മഹത്യയിൽ ടീച്ചർക്ക് പങ്കില്ല എന്ന് കോടതിയെ അറിയിക്കുന്നു. ഇതാണ് ആ റിപ്പോർട്ട്. 2020 സെപ്റ്റംബർ മാസം 9 ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത്. ഈ രേഖകളെല്ലാം ഇവിടെ നിൽക്കെ വീണ്ടും സാജൻ കേസ് ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ് മാഷേ? ഇത് മാഷക്ക് അറിയാത്തതല്ലല്ലോ. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇതുവരെ ഒരു പദവിക്കും വേണ്ടി പാർട്ടിയെ സമീപിച്ചിട്ടില്ല. മാഷേ, നമ്മളെല്ലാം ഒരേ കളരിയിലായിരുന്നു കേട്ടാ. മാഷ് അത്രയും പാരമ്പര്യമൊന്നും ഞങ്ങൾക്കില്ല. മാഷ് ഞാനും നോക്കിയാൽ ഞാൻ ജൂനിയറാണ്. മാഷ് ശ്രീകണ്ഠാപുരത്ത് ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ SFIയുടെ DYFIയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീകണ്ഠാപുരത്ത് ഞാൻ വന്നിട്ടുമുണ്ട്. ആ ബഹുമാനമെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, മാഷെ എന്തിനാണ് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ നേതാക്കളെ കാണാൻ പോയത്? കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ സ്ഥാനാർത്ഥി പട്ടികയിൽ CPMന്റെ സ്ഥാനാർത്ഥികളായി വന്ന 8 പേരിൽ ഒരൊറ്റയാളും പാർട്ടി നേതാവിനെ സ്ഥാനാർത്ഥി നിർണയത്തിന് പോയി കണ്ടിട്ടില്ല. എന്തിനാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് പോയി കണ്ടത്? സ്ഥാനാർത്ഥി മോഹമല്ല അല്ലേ? അങ്ങ് തന്നെ പറഞ്ഞു മാധ്യമ സുഹൃത്തുക്കളോട്, അത് അങ്ങനെ തന്നെ ചില പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് എനിക്ക് അയോഗ്യത എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എന്നെ സ്ഥാനാർത്ഥി ആക്കണമെന്നല്ലേ മാഷെ? മനസ്സിലുള്ളത് പുറത്തു വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങയെ മറ്റൊരു ചുമതല ഏൽപ്പിക്കാൻ പാർട്ടി ചർച്ച ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടോ മാഷെ? ആ സമയത്ത് മറ്റൊരാളെ കൂടി നിശ്ചയിച്ചതുകൊണ്ട് അങ്ങ് പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് നേതാക്കന്മാർ മത്സരിക്കുമ്പോൾ ആ പ്രധാന പദവി എനിക്ക് കിട്ടിയില്ലെങ്കിലോ മാഷെ, നമ്മളോടിത് വേണം. അങ്ങേക്കറിയാലോ ഈ കാര്യങ്ങളാകെ. അപ്പൊ പദവിയുടെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് അങ്ങ് ഞാൻ ഒരാളെയും സമീപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കല്ലുവെച്ച നുണയാണ്.
അങ്ങ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കെന്താണ് അയോഗ്യത? അയോഗ്യത വേറൊന്നുമില്ല. നേതാക്കന്മാരെ പോയി കണ്ട് സേവ പിടിച്ചാൽ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ മാഷ ഗതിയായിരിക്കും ഉണ്ടാവുക. അത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ.